ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അയ്യോ, സൂക്ഷിച്ചു നിൽക്കേണ്ട പാറുകുട്ടി. എന്നെ കണ്ടപ്പോൾ തന്നെ ഇത്രയും പേടിയോ? ഞാനൊന്നും ചെയ്യില്ലെൻ്റെ പാറൂസിനെ. നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്നേ. അവൻ പറയുന്നതിനൊപ്പം തന്നെ എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. ഗൗരിയുടെ മുഖത്ത് പേടിയും പരിഭ്രമവും അവൻ്റെ ചുണ്ടിൽ ക്രൂരം നിറഞ്ഞ പുഞ്ചിരി വിരിയിച്ചു. നീ എന്താണ് വിചാരിച്ചത്? ഞാനെല്ലാം മറന്നു എന്നോ? മയക്കുമരുന്ന് കേസിൽ നീയും വിഷ്ണു കൂടി എന്നെ കുടിക്കുമ്പോൾ ഞാനങ്ങ് അവസാനിച്ചെന്ന് കരുതിയോടി നീ? കോളേജിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തു, പോലീസ് എന്നെ അറസ്റ്റും ചെയ്തു. ഒരു വർഷം ഞാൻ വീടിനകത്ത് അപമാനിതനായി കഴിഞ്ഞു. അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു. വിടോ, കയ്യിൽ നിന്ന് വിടാൻ. ഒരു അധ്യാപനം ചെയ്തു വിടുന്ന കാര്യങ്ങൾ താൻ ചെയ്ത് പാവപ്പെട്ട കുട്ടികൾ തേടിപ്പിച്ച് സ്നേഹം തിരിച്ച് വശത്താക്കി അവർ ഡ്രഗ്സിന് അടിമയാക്കി. അത് കോളേജ് മുഴുവൻ സപ്ലൈ ചെയ്തു. താൻ എത്ര ജീവിതങ്ങളാണോ നശിപ്പിച്ച്? കാശിന്റെ ബലത്തിലല്ലേ താൻ കേസ് ഒതുക്കിയത്? ഗൗരി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുതിരാൻ നോക്കി. അതേടി, ഞാനത് ചെയ്തു. ഇവിടെയും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ് തുടങ്ങും മുമ്പ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ നിന്നെ ഞാൻ ഇവിടെ വരുത്തിയത്. ക്രൂരതയോടെയുള്ള അവൻ്റെ മുഖത്തേക്ക് അവൾ രൂക്ഷമായി നോക്കി. അവനവളുടെ കൈ പുറകിലേക്ക് പിടിച്ച് ഗൗരി അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു. ക്ലിപ്പ് വെച്ച് മുകളിലേക്ക് മടക്കി കെട്ടിയിരുന്ന അവളുടെ മുട്ടോളം നീളമുള്ള തലമുടി അഴിച്ചിട്ടു. അവളുടെ തലമുടിയിലേക്ക് മുഖം ചേർത്ത് തലമുടിയിലെ ഗന്ധം മുകർന്നു. നിനക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണാണല്ലോടി. ഒടുക്കത്തെ സൗന്ദര്യ നിനക്ക്. കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷേ സമയമില്ല. നമുക്ക് പിന്നീട് വേണ്ട രീതി കാണാം. അവൻ്റെ വൃത്തിയായിട്ട നോട്ടം കണ്ട് ഗൗരി അറപ്പോടെ മുഖം തിരിച്ചു. അവൻ പുച്ഛത്തോടെ അവൾ നോക്കി ചിരിച്ചു. പതിയെ ഒരു കൈ കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടനായി അഴിക്കാൻ തുടങ്ങി. നീ പേടിക്കണ്ട, സ്റ്റുഡൻസ് ഒന്നും വരില്ല. അവരൊക്കെ അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടുത്തെ കുറച്ച് ടീച്ചേഴ്സും പ്രിൻസിപ്പളും മാത്രം, പ്രത്യേകിച്ച് വീരഭദ്രൻ. അവൻ പറഞ്ഞു കേട്ട് ഗൗരി പരിഭ്രമത്തോടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ വന്യമായ ഭാവം കണ്ട് ഗൗരി പതറിപ്പോയി. വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ട് നരേന്ദ്രൻ അവളൊരു സൈഡിലേക്ക് തള്ളി. നരേന്ദ്രൻ അവൾ നോക്കി പകയോടെ ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവന് വെപ്രാളത്തിൽ ചുണ്ടു തുടച്ചുകൊണ്ട് ഷർട്ട് വലിച്ച് നേരെയിട്ടു. ഇടം കണ്ണുകൊണ്ട് വീരഭദ്രനെ നോക്കിയിട്ട് മനഃപൂർവ്വം കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിന്നു. ഗൗരി വാതിലിനടുത്തേക്ക് വന്നപ്പോൾ കണ്ണിൽ തീയുമായി നിൽക്കുന്ന വീരഭദ്രനെ കണ്ട് അവൾ ഒരു നിമിഷം പേടിച്ചു പോയി. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ദേവി ടീച്ചറുടെ മുഖത്ത് മാത്രം വിജയീഭാവമായിരുന്നു. സോറി സാർ, ഈ കുട്ടി വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. തെറ്റാണെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ സോറി വീരഭദ്രൻ സാർ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നരേന്ദ്രൻ പറഞ്ഞു കേട്ട് ഗൗരി പരിഭ്രമത്തോടെ വീരഭദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവൾ നിരാശയോടെ തലകുനിച്ചു. പാർവതി, എന്താണിതൊക്കെ? ഇതൊരു കോളേജാ, നിങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ള സ്ഥലമല്ല. ഒരു അധ്യാപകനും വിദ്യാർത്ഥി. നാളെയല്ലേ നരേന്ദ്രൻ സാറേ നിങ്ങൾക്ക്? പ്രിൻസിപ്പളുടെ ദേഷ്യം കണ്ട് ഗൗരിയാളെ മുഖം കൂർപ്പിച്ച് നോക്കി. പ്രിൻസിപ്പൾ അവളെ നോക്കി ആരും കാണാതെ ഒരു കണ്ണടച്ച് ഇപ്പോൾ ശരിയാക്കി തരാൻ അർത്ഥത്തിൽ കാണിച്ചു. സർ, ഞാനല്ല, ഈ പാർവതി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച്. നരേന്ദ്രൻ പിന്നെയും കുറ്റം ഗൗരിയുടെ മേൽ ആരോപിച്ചു. വീരഭദ്രൻ പല്ലുകൾ കടിച്ചു പിടിച്ച് മുഷ്ടി ഉരുട്ടി പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്ത് നിന്നു. നരേന്ദ്രൻ വീരഭദ്രന്റെ മുന്നിലേക്ക് വന്നു. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് പേടി തോന്നിയെങ്കിലും നരേന്ദ്രൻ കുടിലതയോടെ അവനെ നോക്കി ദയനീയ ഭാവത്തിൽ നിന്നു. മറ്റുള്ള ടീച്ചേഴ്സ് ഗൗരിയെ വെറുപ്പോടെ നോക്കിയെന്നു. വീരഭദ്രൻ സാർ, ഞാൻ ഗൗരിയെ പറഞ്ഞു തീരും മുമ്പ് വീരഭദ്രന്റെ കവിളിലായി ആഞ്ഞടിച്ചു. അവന് ഭിത്തിയോട് ചേർത്ത് നിർത്തി കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി. കാലുകൾ നിലത്തുനിന്ന് മുകളിലേക്ക് പൊങ്ങി. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. അവൻ ശ്വാസം കിട്ടാതെ പിഴയുന്ന കണ്ട് ദേവി ടീച്ചർ ഓടി വന്ന് വീരഭദ്രന്റെ കയ്യിൽ പിടിച്ചു. ഗൗരി പ്രിൻസിപ്പളിനെ നോക്കി കണ്ണീമി കാണിച്ചു. വിട്ടാൻ, നിന്റെ കസിൻ ചെയ്ത് തെറ്റിന് എന്റെ സഹോദരൻ തല്ലുന്ന കാര്യം എന്താ? ദേവി ടീച്ചർ അവജ്ഞയോടെ ചോദിച്ചതിന് മറുപടിയായി വീരഭദ്രൻ അവനെ താഴെ നിർത്തിയിട്ട് ഒരിക്കൽ കൂടി നരേന്ദ്രന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. നരേന്ദ്രന്റെ ചുണ്ട് പൊട്ടി ചോരയൊഴുകി. ഗൗരിയുടെ ചുണ്ടിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. ഇത് നിനക്കുള്ള അടിയാണ് ശ്രീ. നിന്നെ ഞാൻ നല്ലൊരു കൂട്ടുകാരിയായി കണ്ടു. ഒരു സഹോദരിയെ പോലെയല്ലാതെ ഇതുവരെയെങ്കിലും ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? എന്നിട്ടും ഇത്രയും തരം താഴ്ന്ന പണി നീയൊക്കെ കാണിക്കുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. വീരഭദ്രൻ പറയുന്ന മനസ്സിലാവാതെ ദേവി ടീച്ചറും നരേന്ദ്രനും പരസ്പരം നോക്കി. ടീച്ചർക്ക് മനസ്സിലായില്ല സാറേ, ഞാൻ പറഞ്ഞുതരാൻ കേട്ടോ. മോനെ വിഷ്ണു, ഇങ്ങോട്ട് വന്നേ. പ്രിൻസിപ്പൾ വിളിക്കുന്ന കേട്ട് പുറകിലെവിടെ നിന്ന വിഷ്ണു വിപിൻ നീട്ടിപ്പിടിച്ചൊരു മൊബൈലുമായി മുന്നോട്ട് വന്നു. വിപിൻ എല്ലാവരുടെയും മുന്നിലേക്ക് കയറുന്ന ശേഷം മൊബൈലിലെ വീഡിയോ ഓണാക്കി. ദേവി ടീച്ചർ ഗൗരിയെ മുറിയിലേക്ക് പിടിച്ചു തള്ളുന്നു. അതിനുശേഷം ജനലിലൂടെ അകത്തുള്ള സംഭവങ്ങളും നരേന്ദ്രൻ സംസാരിക്കുന്നു. അവന്റെ പ്രവൃത്തികളെല്ലാം കണ്ട് മറ്റുള്ളവർ അന്തം വിട്ടു നിന്നു. നരേന്ദ്രൻ ദേവി ടീച്ചർ അപമാനത്താൽ തലകുനിച്ചു. എന്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ ഗൗരിയുടെ ഫോണിൽ നിന്ന് വീരഭദ്രൻ സാറിന്റെ വാട്സാപ്പിലേക്ക് വീഡിയോ കോളും ചെയ്തിരുന്നു. സാറെല്ലാം ലൈവായി കണ്ടിട്ടാ വരുന്നത്. കേട്ടോ നരേന്ദ്ര സാറേ? വിഷ്ണു പറഞ്ഞു കേട്ട് ദേവി ടീച്ചറിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. വീരഭദ്രൻ തന്നെ തെറ്റിദ്ധരിച്ചത് ദേവി ടീച്ചറിനെ സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അതിന് വീരുവിനെന്താ?
നരേനും പാർവതിയും തമ്മിലുള്ള പ്രശ്നമല്ലേ ഇത്? ഇവള് വീരുവിന്റെ കസിൻ മാത്രമല്ലേ, പിന്നെ എന്തിനാ വീരു നിനക്ക് ഇത്ര നോവുന്നത്? ദേവി ടീച്ചർ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദിച്ചത്. ഗൗരി നിസ്സഹായായി വീരഭദ്രനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ കോർത്തു. അവളുടെ നിറഞ്ഞിരിക്കുന്ന മിഴികൾ വീരഭദ്രനെ ദേഷ്യം വർദ്ധിപ്പിച്ചു. വീരഭദ്രൻ ഗൗരിയുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നു. അവളുടെ തോളിൽ പിടിച്ച് തന്നെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. എല്ലാവരും ഒന്നും മനസ്സിലാവാൻ ഞെട്ടി നിൽക്കുകയാണ്. ഗൗരി അവിശ്വസനീയതയോടെ വീരഭദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിൽ സന്തോഷമാണ് പൊട്ടി. അറിയണോ ടീച്ചർക്ക്? എന്നാ കേട്ടോ, കാതു തുറന്ന് കേട്ടോ. ഇത് പാർവതി വീരഭദ്രൻ, ഈ വീരഭദ്രന്റെ ഭാര്യ, ഞാൻ താന് കെട്ടിയ എന്റെ പെണ്ണ്, എന്റെ ജീവന്റെ പാതി, എന്റെ പ്രണയം, എന്റെ എല്ലാമെല്ലാം. എന്റെ ഹൃദയം തുടിക്കുന്ന പോലെ ഇവൾക്ക് വേണ്ടിയാ. എന്റെ ജീവനേക്കാളേറെ ഞാൻ ഇവളെ പ്രണയിക്കുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷം തുടികൊട്ടുന്ന മനസ്സുമായി നിറഞ്ഞ പ്രണയത്തോടെ അവൾ വീരഭദ്രനെ പുണർന്നു. വിഷ്ണുവിന്റെയും വിബിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വീരഭദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ തലയിൽ തലോടി. അവന്റെ മനസ്സും ശാന്തമായിരുന്നു. ദേവി ടീച്ചർക്ക് തന്റെ കാതുകൾ കൊട്ടിയടച്ച പോലെയാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിയത്. പാർവതിയോടുള്ള പക അവരുടെ മനസ്സിൽ എരിഞ്ഞമർന്നു. നരേന്ദ്രനും അവിശ്വസനീയതയോടെ തരിച്ചു നിന്നു. ഇനി എല്ലാവരും പിരിഞ്ഞുപോയേ, അവര് സംസാരിക്കട്ടെ. പിന്നെ നരേന്ദ്ര സാറിന്റെ ബിസിനസ് ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാർവതിയോട് കാണിച്ച ഈ ചറ്റത്തരവും. സാറിന് ഇനി മുതൽ വീട്ടിലിരിക്കാം. പ്രിൻസിപ്പൽ പറയുന്നിട്ട് നരേന്ദ്രൻ പകയോടെ വീരഭദ്രനെ നോക്കി. എന്നിട്ട് തകർന്നു നിൽക്കുന്ന ദേവ് ടീച്ചറെ പിടിച്ചുകൊണ്ട് നടന്നുപോയി. മറ്റുള്ള ടീച്ചേഴ്സും പിരിഞ്ഞുപോയി. ഗൗരി ബോധം വന്ന പോലെ അവന്റെ മാറിൽ നിന്ന് തലയുയർത്തി. അവളുടെ മുഖത്ത് നാണം കൊണ്ട് ചുവപ്പ് വളർന്നിരുന്നു. വീരഭദ്രൻ അവളെ വിടാതെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തി. രണ്ടുപേരും മനസ്സോറും സംസാരിക്കും, എന്നിട്ട് വന്നാൽ മതി. പിന്നെ ഇതൊരു കോളേജാണെന്ന് രണ്ടുപേരും മറക്കരുത്. വിപിൻ വീരഭദ്രനെ തോൾ തട്ടിക്കൊണ്ടൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. മറുപടിയായി വീരഭദ്രൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. വിപി വിഷ്ണുവിനെയും കൊണ്ട് തിരികെ പോയി. അവർ പോയ ഉടനെ തന്നെ വീരഭദ്രൻ ഗൗരിയെയും കൊണ്ട് സ്പോർട്സ് റൂമിലേക്ക് കയറി വാതിലടച്ചു. നാളത്തോടെ മുഖം കുനിച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചൂണ്ടുവിരലിനാൽ അവളുടെ മുഖം ഉയർത്തി. അവളുടെ മുഖം ചുവന്നിരുന്നു. കണ്ണുകളിൽ പുതിയൊരു തിളക്കമുണ്ടായിരുന്നു. ദേവി, എന്നിൽ നിറഞ്ഞൊഴുകുന്ന നീ എന്ന പ്രണയം ഇപ്പോൾ അതിൻ്റെ സർവ്വാതിരികളിൽ ലംഘിച്ച് നിന്നിലേക്ക് ഒഴുകി വരികയാണല്ലോ. നിനക്കറിയോ പെണ്ണേ, ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എല്ലാം വീട്ടിൽ ചെന്ന് വിശദമായിട്ട് പറയാൻ കേട്ടോ. നീ എന്ന സ്വപ്നത്തെ താലോലിച്ച് ഞാൻ നിനക്കായിട്ടാണ് കാത്തിരിക്കുന്നത്. ഇപ്പം നീ എൻ്റേതാണ്, എൻ്റെ മാത്രം. മരണം കൊണ്ട് മാത്രമേ ഇനി നമ്മളെ പിരിക്കാനാവൂ. ഐ ലവ് യു ദേവി, മാഡ്ലി ലവ് യു. അവൻ്റെ പ്രണയം നിറഞ്ഞ വാക്കുകളും നോട്ടവും അവളിലെ പ്രണയിനിയെ ഉണർത്തിയിരുന്നു. ശരീരത്തിലൂടെ തണുപ്പ് അരിച്ചിറങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ പരസ്പരം പ്രണയകഥ പറഞ്ഞപ്പോൾ ഗൗരി നാണം കൊണ്ട് പൂത്തുലഞ്ഞു. തിരികെ ഇഷ്ടമാണെന്ന് ഒരായിരം വട്ടം വിളിച്ചു പറയണമെന്ന് തോന്നിയെങ്കിലും നാണം കാരണം വാക്കുകൾ പോലും പുറത്തു വന്നില്ല. ഇത് കോളേജായി പോയി. ഇല്ലെങ്കിൽ നിന്റെ നാണത്തെ അതേ ഭംഗിയോടെ ഞാൻ സ്വന്തമാക്കിയേനെ. വീട്ടിലെത്തട്ടെ, നമുക്ക് ശരിക്കൊന്നും കാണാം. അവളുടെ ചുണ്ടിലായി തഴുകിക്കൊണ്ട് വീരഭദ്രൻ പറഞ്ഞപ്പോൾ അവന്റെ കൈകൾ തട്ടിയറിഞ്ഞ് ഗൗരി നാണത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. വീരഭദ്രൻ അവൾ ഓടുന്നു നോക്കി പുഞ്ചിരിയോടെ നിന്നു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ വിഷ്ണു രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ വൈദ്യുവിനോടും കാർത്തിവിനോടും പറയുകയായിരുന്നു. വീരഭദ്രന്റെ നോട്ട ഇടയ്ക്കിടെ തന്നെ തേടി വരുന്ന അറിഞ്ഞ് ഗൗരിയുടെ മുഖം ചുവന്നു തുടുത്തു. ഒരു വട്ടം കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ അവൻ ഉമ്മക്കും പോലെ ആക്ഷൻ കാണിച്ചു. ചെകുത്താനിലെ കാമുകനെ കണ്ടവൾ വായും തുറന്നു നിന്നു. വൈകുന്നേരം വീരഭദ്രന്റെ മുറിയിലേക്ക് സരോജിനി അമ്മ ചായയുമായി വന്നു. കണ്ണ, ഇതാ ചായ. വീരഭദ്രൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ചെയറിലിരുന്നു. അമ്മ പോവാതെ അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് അവൻ പുരികം ചുളിച്ച് ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി. കണ്ണ, നീ ഒരിക്കലും സ്വത്ത് മോഹിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്ന അമ്മ വിശ്വസിക്കുന്നില്ല. ഗൗരിയെ നീ കല്യാണം കഴിച്ച ആൽബിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നിനക്ക് അവളെ ഇഷ്ടമല്ലേ കണ്ണ? കണ്ണം പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ചായ ടേബിളിലേക്ക് വെച്ചിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. അവൻ അമ്മയുടെ മടിയിലായി കിടന്നു. സരോജിനി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാലങ്ങൾക്ക് ശേഷം അമ്മയുടെ കണ്ണനായി മടിത്തട്ടിൽ കിടക്കുന്ന അവന്റെ നെറുകയിൽ വാത്സല്യത്തോടെ അവർ തലോടി. അമ്മേ, ഞാനെങ്ങനെയാ ചെകുത്താനായതെന്ന് അമ്മയ്ക്കറിയോ? അമ്മയും കാർത്തും പട്ടിണിയാവാതിരിക്കാൻ, കഷ്ടപ്പാടുകളെ തോൽപ്പിക്കാൻ വേണ്ടി ജീവിതത്തെ ഒരു കരക്കെത്തിക്കാൻ നെട്ടോട്ടോടുന്നതിനിടയിൽ ചിരിക്കാൻ മറന്നുപോയി, ജീവിക്കാൻ മറന്നുപോയി. മനസ്സ് മുഴുവൻ ഇരുട്ടായിരുന്നു. അവൻ അമ്മയുടെ കൈ പിടിച്ച് കവിളിലേക്ക് ചേർത്ത്. അമ്മ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ തലോടി. എൻ്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിന് മാറ്റം വന്ന് അവളെ കണ്ടപ്പോഴായിരുന്നു. പാർവതി, ആദ്യമായി കണ്ട ദിവസം തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. ആൽബിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. വിധി പിന്നെ അവൾ എൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ കൈവിട്ട് കളയാൻ തോന്നിയില്ല അമ്മ. സരോജിനി അമ്മ സന്തോഷം കൊണ്ട് അവൻ്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒരു ഉമ്മ കൊടുത്തു. എനിക്ക് സന്തോഷമായി കണ്ണ. ഗൗരിയെ കണ്ട മുതൽ അമ്മയെ ആഗ്രഹിച്ചിരുന്നു അവളെ നിന്റെ പെണ്ണായി കാണാൻ.
ഇനി സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. മറുപടിയായി അവൻ പുഞ്ചിരിച്ചു. എഴുന്നേറ്റ് ചായ കുടിക്കും മോനെ, അത് തണുത്തു പോവും. സരോജിനി അമ്മ വാത്സല്യത്തോടെ പറയുന്ന കേട്ട് അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് ടേബിളിരുന്ന ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. കുറച്ച് നാളുകളായി നീറിയിരുന്ന അമ്മയുടെയും മകന്റെയും മനസ്സിന്റെ വിങ്ങൽ ആ തുറന്നു പറച്ചിലിൽ മാറിയിരുന്നു. കാർത്തു, വന്നു മുതൽ ഞാൻ നിന്റെ പുറകെ നടക്കുന്ന, ഇനി നിനക്ക് മനസ്സിലായില്ലേ? വിഷ്ണു പരിഭവത്തോടെ ചോദിക്കുന്ന കേട്ട് കാർത്തു പുച്ഛത്തോടെ തലവെട്ടിച്ച് തിരിഞ്ഞിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ എൻ്റെ പുറകെ നടക്കുന്നത്. അത് നിനക്ക് കണ്ണുകാണില്ലായിരിക്കും. എൻ്റെ ഓരോ ഭാവങ്ങളിൽ നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് വേണ്ടി പാടാനൊരു പാട്ട് മനസ്സിൽ സൂക്ഷിച്ച് കാത്തിരിക്കുന്നതൊക്കെ വെറുതെയായി. വിഷ്ണു സങ്കടത്തോടെ തലവിനിച്ച് ഒളികണ്ണാൽ അവളെ നോക്കി. കാർത്തുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് കൊഞ്ചലോടെ നീങ്ങിയിരുന്നു. വിഷ്ണു, എനിക്ക് വേണ്ടി പാട്ട് എഴുതിയോ? എന്നാലൊന്ന് പാട് വിഷ്ണു, ഞാൻ കേൾക്കട്ടെ നിന്റെ മനസ്സിലുള്ളത്. കാർത്തു പ്രണയത്തോടെയും നാണത്തോടെയും അവനോട് ചേർന്നിരുന്നു. കാർത്തു, ഇന്ന് ഞാൻ നിനക്കായിട്ട് പാടാൻ കരുതി വെച്ചാ, പാടട്ടെ? ഒന്ന് പാടേണ്ടി വിഷ്ണു, ഞാൻ കേൾക്കട്ടെ. ഞാൻ പാടും. പാടിയേക്കാം. എന്നാ കേട്ടോ കാത്തു പെണ്ണെ. വിഷ്ണു തൊണ്ടയിൽ പിടിച്ച് ശബ്ദമൊക്കെ ഒന്ന് ശരിയാക്കി. കാർത്തു ആകാംക്ഷയോടെ അവൻ പാടുന്ന കേൾക്കാൻ കാതോർത്തിരുന്നു. ആര് പറഞ്ഞു മ്യാവു, ഞാനാ നിങ്ങളുടെ കാത്തു, ദേവി കാത്തോളനെ. ആര് പറഞ്ഞു മ്യാവു, ഞാനാ നിങ്ങളുടെ കാത്തു. കാറി തുപ്പിയതാ. പാട്ട് കേട്ട കാർത്തു ദേഷ്യത്തോടെ അവനെ പിടിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളി. ഇനി പാടിയ കടലിലെറിഞ്ഞ് കൊല്ലും ഞാൻ. കാർത്തു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി പോയി. ഡീ, ഞാൻ മുഴുവനും പാടിയില്ല, ബാക്കി കൂടി കേട്ടിട്ട് പോടി. വൈദ്യു തലമുടി വിടത്തിയിട്ട് ഒരു കുഞ്ഞു പൊട്ടി നെറ്റിൽ വെച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കി. ഇത്തിരി പൗഡറും കൂടി ഇടാം, വേപ്പിച്ചേട്ടൻ എന്നെ കണ്ട് ഞെട്ടണം. വൈദ്യു കുറച്ച് പൗഡർ കൂടി മുഖത്ത് തേച്ച് പിടിപ്പിച്ചു. മതിയാവാത്ത പോലെ ലിപ്സ്റ്റിക്കും കുറച്ചുകൂടി ഇട്ടു. കണ്ണാടിയിൽ ചെരിഞ്ഞും തിരിഞ്ഞുമൊക്കെ അവളുടെ ഭംഗിയിൽ അഭിമാനം കൊണ്ടു. ഇതിൽ വീഴും, ഉറപ്പായിട്ട് വീഴും. എൻ്റെ വൈദ്യു, നീ എന്ത് സുന്ദരി കുട്ടിയാ. സ്വന്തമായി തോളിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ട് അവൾ വിബിയുടെ അടുത്തേക്ക് പോയി. ഹാളിൽ ടി വി കാണുകയായിരുന്ന വിബിയുടെ അടുത്തായി വൈദ്യു വന്നിരുന്നു. വൈദ്യു അടുത്തിരിക്കുന്നുണ്ടെങ്കിലും വിബി മൈൻഡ് ആ ടി വിയിൽ ശ്രദ്ധിച്ചിരുന്നു. വിബി ചേട്ടാ, എന്നെ കാണാൻ സുന്ദരിയല്ലേ? ഈ വീടിന് മുമ്പിൽ കയറിക്ക്, കണ്ണിട്ടായിരിക്കാൻ കോലം വെച്ചിരിക്കുന്ന ആൾക്കാർ വിചാരിച്ചോളും. വൈദ്യു മുഖം കുറിപ്പിച്ച് അവനെ നോക്കി. വിബി അവളൊന്ന് പൂച്ചിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. വിബി ചേട്ടാ, എന്നോട് പിണക്കാണോ? എന്നോട് ഇണങ്ങിയിട്ട് വേണ്ട പിണങ്ങാൻ. നീ ഒന്ന് പോയേ വൈദ്യു, എനിക്ക് സമാധാനത്തോടെ സിനിമ കാണണം. ചേട്ടന് സമാധാനത്തിന്റെ വെള്ള നിറമാണ് ഇഷ്ടം അറിഞ്ഞിട്ടാ ഞാൻ വെള്ളപ്പാവാടയും ബ്ലൗസും കാർത്തു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടത്. വെള്ള സാരിയും വെള്ള ബ്ലൗസും മതിയായിരുന്നു. ആണോ? വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇട്ട് എന്നെ ഇഷ്ടപ്പെടുവോ? വിബി ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒന്ന് പാവിപ്പിൻ ചേട്ടാ, വെറുതെ സിനിമ ഡയലോഗ് പറയാതെ. എന്നാ ഞാൻ പോയി വെള്ള സാരി തപ്പിയിട്ട് വരാം. വൈദ്യു മുകളിലേക്ക് ഓടുന്നത് നോക്കി വിബി തലയിൽ കൈവച്ചിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നനഞ്ഞു കുതിർന്ന് വിഷ്ണു മുറിയിലേക്ക് വന്നപ്പോൾ ഗൗരി കട്ടിലിരുന്ന് തകർത്ത് പഠിത്തമായിരുന്നു. ഇവളിതെന്താ ഈ പഠിക്കുന്നു? ഇങ്ങനെ ഒരു പതിവില്ലല്ലോ. നീ ഗൗരി, നീ എന്താ പഠിക്കുന്നത്? അത് ഇവിടെ ഇരുന്ന് സാധാരണ കോപ്പി അടിച്ചല്ലേ നീ പരീക്ഷ ചെയ്താറ്? വിഷ്ണു ചോദിച്ചു കേട്ട് ഗൗരി മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. അത് പിന്നെ പഠിക്കാനുണ്ടായിരുന്നു. അല്ല, നീ എന്താ നനഞ്ഞിരിക്കുന്നത്? പോയി ഡ്രസ്സ് മാറിയിട്ട് വാവിച്ചു. അതൊക്കെ ഞാൻ മാറാം, എന്തോ പ്രശ്നമില്ല എൻ്റെ ഗൗരി കുട്ടിക്ക്. എന്താടാ? വിഷ്ണു വാത്സല്യത്തോടെ ചോദിച്ചപ്പോൾ ഗൗരി നിരാശയിൽ നെടുവീർപ്പിട്ടു. ഞാൻ പറയാം, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ഓക്കെ, വന്നിട്ട് പറയണേ. വിഷ്ണു കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറ്റി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ഇനി പറ, എന്താ കാര്യം? വിഷ്ണു കണ്ണാടിയിൽ നോക്കി തല ചീകിയിട്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ഗൗരി എന്തോ ടെൻഷനിൽ നഖം കടിച്ചുകൊണ്ട് ദയനീയ മുഖത്തോടെ വിഷ്ണുവിനെ നോക്കി. അത് വിച്ചു, ഞാനിന്ന് ഇവിടെ കിടക്കട്ടെ നിന്റെ കൂടെ? വിഷ്ണു പുരികം ചൊളിച്ച് സംശയഭാവത്തിൽ അവളെ നോക്കി. അതെന്താടി നീ കണ്ണേട്ട മുറിയിൽ ഇന്നും കിടക്കുന്നു? ഇന്നത്തെ പ്രശ്നം? പോരാതിനെ കണ്ണേട്ട് നിന്നെ ഭാര്യയിട്ട് അംഗീകരിച്ച ദിവസം കൂടെ അല്ലേ ഇന്ന്? അതാ പ്രശ്നം. ഒരു പ്രശ്നവുമില്ല, നീ മുകളിൽ പോയിട്ട് കണ്ണേട്ട് വിളിച്ചിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, എന്നിട്ട് തീരുമാനിക്കാം. ശരി, ഞാൻ പോണോ വിച്ചു? ദേവണെ പോയി വിളിച്ചുകൊണ്ട് വാടി. ഗൗരി മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റു. വിഷ്ണുവിനെ നോക്കി മുഖം കൂർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. ഗൗരി പേടിയോടെ മുറിയിലേക്ക് കയറി. കട്ടിൽ ചാരിയിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന വീരഭദ്രനെ കണ്ടതും അവളൊന്ന് വിറച്ചു. നീ ഇപ്പോഴും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒന്ന് തൂക്കിക്കൊണ്ടു വന്നേനെ. ബുക്കിൽ നിന്ന് കണ്ണെടുക്കാൻ വീരഭദ്രൻ പറയുന്ന കേട്ട് ഗൗരി പേടിയോടെ അവനെ നോക്കി. അവന്റെ മുഖത്തെ ഗൗരവം തന്നെ കാണാത്തതുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. ഗൗരി അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അവൻ ബുക്ക് മടക്കി കട്ടിൽ വെച്ചിട്ട് എഴുന്നേറ്റു. എവിടെ ആയിരുന്നു ഇത്രയും നേരം? അത് ഇച്ചുവിൻ്റെ മുറിയിൽ പഠിക്കുകയായിരുന്നു. വീരഭദ്രൻ അതിശയത്തിൽ അവൾ നോക്കി. ഇന്നെന്താ പ്രത്യേകിച്ച് ഒരു പഠിത്തം? അല്ലെങ്കിൽ ബുക്ക് എടുത്ത് അലർജി വരുന്ന ആളല്ലേ? ഞാൻ കോളേജിൽ വെച്ച് പറഞ്ഞല്ലേ നിന്നോട് സംസാരിക്കണമെന്ന്. ഗൗരി അവന്റെ ദേഷ്യം കണ്ട് ഒന്നും മിണ്ടാത്ത തലകുനിച്ചിരുന്നു. അവളുടെ ശരീരം വിറക്കുന്ന പോലെ അവനെ തോന്നി. സാറില്ല, എനിക്ക് സംസാരിക്കാനുള്ളല്ല. നീ വായിച്ചറിഞ്ഞു നിന്റെ ബാഗിൽ നിന്റെ ഡയറി ഇട്ടിപ്പോ എനിക്ക് മനസ്സിലായി.
ഗൗരി ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. അവന്റെ ശ്വാസത്തിന്റെ തണുപ്പിൽ അവൾ കണ്ണുകൾ ചിമ്മി അടച്ചു. പേടിച്ചു പോയ എൻ്റെ പെണ്ണ്, ഞാൻ വെറുതെ നിന്നെ ദേഷ്യം പിടിപ്പിച്ചല്ലേ. ഡയറി വാശിന് എനിക്ക് ദേഷ്യമില്ല കേട്ടോ. ഹൃദയം കൊണ്ടായിരുന്നു ഞാനത് എഴുതിയത്. പിന്നെ ദേഷ്യം വന്നു. ഇത്രയും സമയമായിട്ട് നിന്നെ കാണാതെ ഒന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ദേഷ്യം പോലെ തീവ്രമാണ് ദേവി എൻ്റെ പ്രണയവും. നീ താങ്ങുമോ? ഗൗരി ഒരു കുഞ്ഞ് പരിഭവത്തോടെ അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു. വീരഭദ്രൻ അവിടെ മടക്കി വെച്ചിരുന്ന തലമുടി അഴിച്ചിട്ടു കുറച്ചുകൂടി കയ്യിലേക്കെടുത്ത് മണപ്പിച്ച് നോക്കി. ഗൗരി ഒരു പിടച്ചിലോടെ അവനെ നോക്കി. എന്തോ ഒരു പ്രത്യേക മണം നിന്റെ മുടിക്ക്, എന്നെ വല്ലാണ്ട് മത്ത് പിടിപ്പിക്കുന്ന മണം. ഗൗരിയുടെ കവിളുകൾ നാണത്താൽ ചുവന്ന് നെഞ്ചിടിപ്പിന്റെ വേഗത കൂടിയപ്പോൾ അവൾ വെപ്രാളത്തിൽ അവനിൽ നിന്ന് കുറച്ച് അകന്നു നിന്നു. വീരഭദ്രൻ കണ്ണുകുറിപ്പിച്ച് അവളുടെ അടുത്തേക്ക് പിന്നെയും ചേർന്ന് നിന്നു. അവന്റെ പ്രണയഭാവം കണ്ട് നാണത്തോടെ അവൾ തലതാഴ്ത്തി. ദേവി, ഇഷ്ടമാണോ നിനക്കെന്നെ? ഇഷ്ടമല്ലേ? അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. അല്ലെങ്കിൽ നല്ല നാവാള നിനക്ക്. ഇപ്പോഴെന്തു പറ്റി എൻ്റെ ദേവിക്ക്? അവളുടെ വയറിൽ കൈ ചുറ്റി പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അവളുടെ കവിളിൽ കുസൃതി ചിരിയോടെ അവൻ മുഖം കൊണ്ട് ഉരസി. അവന്റെ മീശയും കുറ്റിത്താടിയും ഒക്കെ അവളുടെ കവിളിൽ കൊണ്ടുകയറി. ഗൗരി വിറച്ചുകൊണ്ട് അവന്റെ കയ്യിലേക്ക് അള്ളിപ്പിടിച്ച്. അവളുടെ മുഖത്ത് വിരിയുന്ന നാണം തന്നോടുള്ള ഇഷ്ടമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ഇത്രയും നാൾ മുന്നിലുണ്ടായിരുന്നപ്പോൾ പിടിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. ഇനി വയ്യ. എന്ത് ചുവപ്പാണ് നിന്റെ ചുണ്ടുകൾക്ക്. നിന്റെ ആ സൗന്ദര്യം അതെന്നെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് പ്രവീണിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.